ഇന്ന് റിലീസായ സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിന്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. സമൂഹത്തിൽ നന്മ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കൊച്ചു ഉഗ്രൻ ചിത്രം എന്ന ഒറ്റ വാക്യത്തിൽ ഈ ചിത്രത്തെ വിലയിരുത്താം. 2013 റിലീസായ ബൈസൈക്കിൾ തീവ്സ് എന്ന ചിത്രത്തിന് ശേഷം ജിസ് ജോയ് സംവിധാനം ചെയ്ത ചിത്രമാണ് സൺഡേ ഹോളിഡേ. ഒരു നല്ല കഥ തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന സിനിമാ മോഹിയായ സ്കൂൾ അധ്യാപകൻ, ലാൽ ജോസ് അവതരിപ്പിക്കുന്ന സംവിധായക കഥാപാത്രത്തോട് കഥ പറയുന്ന രീതിയിലാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും ശ്രീനിവാസനും ലാൽ ജോസും തങ്ങളുടെ റോളുകൾ ആവശ്യപ്പെടുന്ന അഭിനയം നന്നായി തന്നെ ചെയ്തു. ചിത്രത്തിലെ നായകൻ ആസിഫ് അലി അവതരിപ്പിക്കുന്ന കഥാപാത്രം പ്രേമനൈരാശ്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വടക്കേ മലബാറിൽ നിന്നും എറണാകുളത്തേക്ക് എത്തുന്നതും അവിടെ വെച്ച് രസകരമായ സാഹചര്യത്തിൽ അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന നായിക കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നതും തുടർന്ന് അവർക്കിടയിലും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റു കഥാപാത്രങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന സംഭവങ്ങളെ അതിമനോഹരമായി കൂട്ടിയിണക്കിയാണ് ചിത്രം വികസിപ്പിച്ചിരിക്കുന്നത്. പ്രണയം മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നുവെങ്കിലും ഇതൊരു പ്രണയ ചിത്രമല്ല. കൊച്ചു കൊച്ചു സസ്പെൻസുകളും കിടിലൻ ട്വിസ്റ്റുകളുമൊക്കെയായി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതിൽ തിരക്കഥയും സംവിധാനം നിർവഹിച്ച ജിസ് ജോയ് പൂർണ്ണമായും വിജയിച്ചു. ഇത് തീർച്ചയായും നായികാ പ്രാധാന്യമുള്ള ചിത്രമാണ്. അപർണ ബാലമുരളി എന്ന നടിയിൽ സംവിധായകൻ അർപ്പിച്ച വിശ്വാസത്തെ തന്റെ സ്വാഭാവിക അഭിനയത്തിലൂടെ പൂർണ്ണമായി നീതീകരിക്കുന്ന പ്രകടനമാണ് അപർണ നടത്തിയത്. കഥാപാത്രത്തിന്റെ മർമ്മം അറിഞ്ഞ് അപർണ നടത്തിയ അഭിനയം മറ്റൊരു നടിക്ക് സാധിക്കുമോ എന്ന ചോദ്യം പ്രേക്ഷകരിൽ എത്തിക്കുവാൻ അപർണയ്ക്ക് സാധിച്ചു. തമാശ സീനുകളും വൈകാരിക മുഹൂർത്തങ്ങളും ഒരുപോലെ കൂളായി കൈകാര്യം ചെയ്യാനായി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. നായികയോളം പ്രാധാന്യമില്ല എങ്കിലും ആസിഫ് അലി അവതരിപ്പിച്ച കഥാപാത്രവും മികച്ചതായിരുന്നു. ഒരു പക്ഷേ ആസിഫ് അലി എന്ന നടന്റെ സമീപകാലത്തെ മികച്ച വേഷങ്ങളിലൊന്നാണ് ഈ ചിത്രത്തിലേത്. ഒരു സീനിൽ പോലും അമിതാഭിനയമോ അണ്ടർ ആക്ടിങ്ങോ ഈ ചിത്രത്തിൽ ആസിഫിൽ നിന്നുണ്ടായില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. കഥാപാത്രം ആവശ്യപ്പെടുന്ന പ്രകടനം തന്നെ ആസിഫ് നടത്തി. സഹതാരങ്ങളായി എത്തിയ സിദ്ദിഖും സുധീർ കരമനയും വെല്ലുവിളികളേറെയുള്ള തങ്ങളുടെ കഥാപാത്രങ്ങളെ തികഞ്ഞ കൈയടക്കത്തോടെ അവതരിപ്പിച്ചു. പക്ഷെ ധർമ്മജന്റെ കോമഡി കഥാപാത്രം തമാശകൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ കഥാപാത്രം പോലെ തോന്നി. KPC ലളിതയും ആശാ ശരത്തും ഭഗത്തും ശ്രുതിയും അലൻസിയറും ഒക്കെ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ സിനിമയുടെ കാസ്റ്റിംഗ് എത്രത്തോളം കൃത്യമാണ് എന്ന് തെളിയിച്ചു. പൂർണ്ണമായും കൈയ്യടി നൽകേണ്ട മറ്റൊന്ന് രതീഷ് രാജിന്റെ എഡിറ്റിംഗ് ആണ്. ഒരു പക്ഷേ ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ജൂറിക്ക് മികച്ച എഡിറ്ററെ കണ്ടെത്തുവാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ചിത്രത്തിന്റെ ടൈറ്റിൽ മുതൽ തന്നെ തന്റെ മികവ് രതീഷ് പ്രകടിപ്പിച്ചു. അധികമൊന്നും ചെയ്യാനുണ്ടായില്ല എങ്കിലും ചിത്രത്തിന്റെ ക്യാമറ അലക്സ് ജി പുളിക്കലിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. നിരവധി ഗാനങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ ചിത്രം. ഗാനങ്ങൾ ഓരോന്നും ചിത്രീകരിച്ചിരിക്കുന്ന രീതിയും മികച്ചത്. പക്ഷേ ഇടവേളയ്ക്ക് തൊട്ടു മുമ്പ് പബ്ബിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ആ ഗാനം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ആദ്യ പകുതിയേക്കാൾ ചിത്രത്തിന്റെ രണ്ടാം പകുതിയാണ് കൂടുതൽ മികച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ പ്രേക്ഷകരെ ആശ്ചര്യപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും അവസാനത്തെ 15 മിനിറ്റ്. സംഘർഷഭരിതങ്ങൾ അല്ല അവയൊന്നും, പക്ഷേ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്നവയാണവ എന്നുറപ്പ്. സുധി വാൽമീകം പോലുള്ള ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്ക് നന്മയുടെ കഥ പറയുന്ന ഈ ചിത്രം തീർച്ചയായും രസിക്കും. കുടുംബത്തോടൊപ്പം ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 4/5 ആണ്. ദയവായി ഈ വീഡിയോയ്ക്കിടയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂവുമായി വീണ്ടും കാണാം. നന്ദി.